നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുമ്പം അത് ഏറ്റവും നല്ലത് തന്നെ അവർക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? ഇന്നത്തെ വചനഭാഗത്തിൽ ഈശോ ഈ ദൈവത്തോട് ഇസ്രായേൽ ജനത പറയുന്നു, ഒരു രാജാവിനെ കിട്ടണം. ദൈവത്തിന് അത്ര യോജിപ്പില്ല, സാമൂഹ്യ പ്രവാചകനും അത്ര യോജിപ്പില്ല. പക്ഷെ എന്നിട്ടും ദൈവം അവർക്ക് വേണ്ടി ഏറ്റവും നല്ല രാജാവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ് ഇന്നത്തെ വചനഭാഗം എന്ന് പറയുന്നത്. ഈ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുത്തയക്കും. അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം. വാക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കണ്ട. എൻ്റെ ജനത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്നാണ് ദൈവം അപ്പോഴും പറയണേ. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചോദിച്ച ജനത്തെയും എൻ്റെ ജനം എന്ന് തന്നെയാണ് ദൈവം ആവർത്തിച്ച് പറയുന്നത്. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇഷ്ടമില്ലാത്ത കാര്യമാണ്, താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ എന്നിട്ടും എൻ്റെ ജനത്തിന് ഏറ്റവും നല്ലത് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് കേട്ടാ നമ്മുടെ ദൈവം. ഇത് നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴും അത് മോന്ത കിറുവിച്ച് വെച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലും ആവട്ടെ, എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടല്ല ചെയ്യണം. അപ്പോഴും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ലത് തന്നെ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.